എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പറയുന്നത്. പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഉള്ള ഒരു സംഘടനയാണ് ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ കുപ്പി മാത്രം എടുക്കാൻ വരുന്ന ഒരു സംവിധാനം. പ്ലാസ്റ്റിക് കൂട് പാലൊക്കെ വരുന്നത് കഴുകി വൃത്തിയാക്കി തേച്ച് മടക്കി കൊടുത്താൽ കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. തീയ കത്തിക്കാനുള്ള സംവിധാനങ്ങൾ വീടുകളിലുണ്ടെങ്കിൽ പോലും ഹരിതകർമ്മസേന വരും, ഒരു കാർഡ് തരും. ആ കാർഡിൽ ഓരോ മാസത്തെ കണക്കെഴുതിയിട്ടുണ്ട്. 50 രൂപ വെച്ച് കൊടുക്കണം. ഒരു സ്ത്രീ പറഞ്ഞു, ആ കുപ്പി കൊടുത്തായിരുന്ന വല്ലതും കിട്ടുമായിരുന്നു. ഇപ്പോൾ കുപ്പി അവർ കൊണ്ടുപോവുകയും ചെയ്യും, 50 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ വേനൽക്കാലം ഇതുപോലെ ശക്തമായപ്പോൾ നമ്മുടെ പുഴകളെല്ലാം വറ്റി വരണ്ട് നാശമായി കിടക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. ഈ പുഴകളെല്ലാം ഇങ്ങനെ വറ്റിയപ്പോഴാണ് ഇതിനകത്തെ മാലിന്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ കാണാനിടയായത്. ഒന്നാമത് ഈ വേസ്റ്റെല്ലാം വലിച്ചെറിയുന്ന പുഴയിലേക്കാണ്. രണ്ടാമത് പ്ലാസ്റ്റിക് കുപ്പികളും ചില്ലു കുപ്പികളും ഭീകരമായി കെട്ടിക്കിടക്കുന്നത് നമ്മുടെ പുഴകളിലാണ്. എൻ്റെ ഒരു സംശയവും എൻ്റെ ഒരു ആവശ്യവും, ഈ പുഴകൾ ഈ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഈ ബിയർ കുപ്പികളെല്ലാം കണ്ടമാനം തല്ലിപ്പൊട്ടിച്ച് നമ്മുടെ പുഴകളിൽ കൂടെ എല്ലാം നെടുനീളം ഇട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മലമ്പ്രദേശങ്ങളിൽ ഉള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കുപ്പികൾ ഇങ്ങനെ തല്ലിപ്പൊട്ടിച്ചിടുന്നു. ഈ കുപ്പികളെല്ലാം ഈ അടുത്ത പെരുമഴയ്ക്ക്, കാര്യം ഇപ്പോൾ മലമ്പ്രദേശങ്ങളിലൊക്കെയാണ് കൊണ്ട് തല്ലിപ്പൊട്ടിച്ചിട്ടിരിക്കുന്നതെങ്കിലും ഇതെല്ലാം അടുത്ത പെരുമഴക്കാലത്ത് ഇതെല്ലാം പെരുവെള്ളം ഒഴുക്കി ഇത് മീനച്ചിലാറോ അല്ലെങ്കിൽ കേരളത്തിലുള്ള സകലമാന ആറുകളിൽ കൂടെ എത്തിക്കും. അപ്പോൾ അത് കുളിക്കാൻ ഇറങ്ങുന്നവരുടെ കാല് മുറിയാനും കൈ മുറിയാനും ഒക്കെ ഇടയാകും. ഈ വേസ്റ്റ് സകല കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി വീടുകളൊക്കെ തപ്പിത്തേടി നടക്കുന്ന ഹരിതകർമ്മ സേനയെ ഈ പഞ്ചായത്തിലെ പുഴകളും തോടുകളും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇറക്കുകയായിരുന്നു എങ്കിൽ ഇതെല്ലാം ഒന്ന് വൃത്തിയായി നടക്കുമായിരുന്നല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കും കുപ്പികളും അവിടെ കൊണ്ട ലോഡും പടി കൂട്ടിയിടുമ്പോൾ അവിടെ അതിൻ്റെതായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും ഈ കുപ്പികൾക്കകത്തും എല്ലാം മാലിന്യങ്ങൾ നിറഞ്ഞ് അതിലൂടെയൊക്കെ ഒത്തിരി വേസ്റ്റ് ഒഴുകി കണ്ടമാനം രോഗ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അതെല്ലാം യോഗ്യമായ രീതിയിലൊന്ന് സംസ്കരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നടപടികൾ എടുത്തെങ്കിൽ നന്നായിരുന്നു എന്നൊരഭിപ്രായവും അതോടൊപ്പം പങ്കുവയ്ക്കാനുണ്ട്. ഈ വീടുകളിൽ കയറുമ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് കൊണ്ടുപോകുമ്പോൾ ഗുളികയുടെ കവറുകളോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഇവർ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും? അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, അത് നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ അങ്ങോട്ട് കത്തിച്ച് കളാം. അങ്ങനെ കത്തിച്ച് കളയാനാണെങ്കിൽ ആ കൂട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് കൂടും കൂടെ കത്തിച്ച് കളഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? കുപ്പിയാണേലും ആ അടപ്പ് ഊരിയിട്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കത്തിപ്പൊക്കോളും. അങ്ങനെ വരുമ്പോൾ ഈ മാലിന്യം നീക്കുക എന്നത് ഒരു പദ്ധതി എന്നതിന് ഉപരിയായി നാട്ടുകാർക്ക് സത്യത്തിൽ ഈ ഒരു ഉപദ്രവം അങ്ങ് കുറയുകയും ചെയ്യും എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. ഇപ്പോൾ പഞ്ചായത്ത് നിയമം മൂലം ഒരു കാര്യം ചെയ്തു. ഹരിതകർമ്മസേനയുടെ പേപ്പറുകൾ കൃത്യമായിട്ട് പതിക്കാത്തവരുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് ചെയ്യില്ല. പഞ്ചായത്തിൽ നിന്ന് ചെയ്യേണ്ട ഒരു സേവനങ്ങളും ഹരിതകർമ്മസേനയുടെ പേപ്പർ ഇല്ലെങ്കിൽ ചെയ്തു കൊടുക്കില്ല എന്നും കൂടെ പറയുമ്പോൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് പൊതുജനം തന്നെ നേരിട്ട് പണം കൊടുക്കുമ്പോൾ ഒരു പരിധിവരെ ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരായിട്ട് പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം മേടിച്ച് പൊതുജനത്തിൻ്റെ കയ്യിൽ നിന്ന് പണം മേടിച്ച് കൊടുത്ത് നടത്തുന്ന ഈ പ്രസ്ഥാനം കൊണ്ട് പൊതുജനത്തിന് ഉപകാരപ്രദമാകുന്ന തോടും ആറും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൂടെയോ എന്ന് ഗവൺമെൻറ്റിനോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടുകൂടെ ചേർന്ന് പറയാൻ ഒരു കാര്യം കൂടെ ഉള്ളത്, ഏതൊക്കെയാലും വരുന്ന മാസം തൊട്ട് ഇനി വലിയ മഴയും വലിയ വെള്ളപ്പൊക്കവും ഒക്കെ വരുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ തോടുകളിലൊക്കെ ഒട്ടും വെള്ളമില്ലാതെ തോടുകളൊക്കെ നിറഞ്ഞ് കിടന്നിരുന്ന തോടുകൾ, ആ വെള്ളമെല്ലാം പറ്റിക്കഴിഞ്ഞ ശേഷം ഇപ്പോൾ പല സ്ഥലത്തും മണൽക്കൂനകൾ കണ്ടമാനം നിൽക്കുന്നെങ്കിൽ അതൊക്കെ വ്യക്തമായ ഒരു ധാരണയിൽ അതൊന്ന് ലേലം ചെയ്ത് കൃത്യമായി ആ ഫണ്ട് സർക്കാരിൽ അടപ്പിച്ച് അതൊക്കെ ഇപ്പോൾ കൃത്യമായ അളവൊക്കെ എടുത്ത് ഒരു നല്ല രീതിയിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ മനസ്സിലാക്കി അത് ലേലം ചെയ്ത് അത് ആ ഫണ്ടും സർക്കാരിലേക്ക് വരുത്തിയായിരുന്നെങ്കിൽ ഈ വരുന്ന
മഴക്കാലത്ത് വരുന്ന വെള്ളപ്പൊക്കത്തിൽ നിന്നെങ്കിലും നാട്ടുകാർക്കൊരു രക്ഷയുണ്ടായേനേയും അങ്ങനെ ഒരു കാര്യം ഗവൺമെൻറ് ചെയ്തായിരുന്നെങ്കിൽ അതും ഒരു ഉപദ്രവമല്ലാതെ ഒരു ഉപകാരമായി മാറിയേനേയും എന്നൊരപേക്ഷ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വെക്കുന്നു. ഈ ഫീസുകളൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് എല്ലാം ഇങ്ങനെ വർദ്ധിപ്പിച്ച് കൂട്ടി അങ്ങനെ ഒരു ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനോടുകൂടെ ഇങ്ങനെയുള്ള ചില ഉപകാരങ്ങളൂടെ ചെയ്തായിരുന്നെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം മുണ്ടക്കയം വഴി യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ വലിയ മഴക്കാലത്ത് ഒരു മുണ്ടക്കയത്തൊരു പുതിയ വീട് തോട്ടിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു രംഗം കണ്ടു. അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചെന്നപ്പോൾ പല സ്ഥലങ്ങളിലും ധാരാളം മണൽ പുഴയിൽ ഇങ്ങനെ തിട്ടയായി പൊങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതൊക്കെ ഒന്ന് വാരി മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തായിരുന്നു എങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്നെങ്കിലും മനുഷ്യൻ രക്ഷപ്പെട്ടേനെ. ഇപ്പോൾ ഈ വേനൽക്കാലത്ത് കുടിവെള്ളമില്ല. ഈ കുടിവെള്ളം ഇല്ലാത്തതിന് തന്നെ ഒരു കാരണം ഈ ചെക്ക് ഡാമുകളെല്ലാം അഴിച്ചുവിട്ടതാണ് വെള്ളം. ചെക്ക് ഡാമുകളിൽ വെള്ളം നിർത്താൻ വേണ്ടി പണിയുന്ന ചെക്ക് ഡാമുകൾ വേനൽക്കാലത്ത് അതിനകത്ത് വെള്ളമില്ലാതെ ചെക്ക് ഡാം തുറന്നു വിടുന്നതിൻ്റെ പുറകിലും ചില അഴിമതികളുണ്ട്, ചില കുബുദ്ധികളുണ്ട്. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ, ഇതെല്ലാം ശ്രദ്ധിക്കാൻ ഒരു പരിധി വരെ ഈ ഹരിതകർമ്മസേനയെ ഞങ്ങൾ ശമ്പളം കൊടുക്കുന്ന ആളുകളാണല്ലോ, അവരെ ഒന്ന് ഉപയോഗിച്ചായിരുന്നെങ്കിലും നല്ലതായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.